ഇപ്പോ റിനിയെ പോലുള്ള ഒരാൾ, റിനി ആൻഡ് ജോർജിനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് ചില പരാമർശങ്ങൾ എന്നൊക്കെ നടത്തി, പിന്നീട് തുടരെ തുടരെ ആളുകൾ വന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് പെണ്ണ് കേസിലൂടെ ഒരു നേതാവിനെ ഒതുക്കുക, മറ്റൊരു രീതിയിലും പറ്റാത്തത് പെണ്ണ് കേസിലൂടെ ഒതുക്കുക എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ ഷാഫി പറമ്പിൽ. ആദ്യം CPM ഒരു നേതാവ് വരുന്നു, ഇനി തുടരെ തുടരെ എന്നെ ഷാഫി അങ്ങ് അവിടെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ വിളിച്ചിട്ടുണ്ട്, ട്രിപ്പിന് പോകാൻ വിളിച്ചിട്ടുണ്ട്, എന്നെ 5 സ്റ്റാർ ഹോട്ടൽ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ രംഗത്തെത്താൻ ഇതുവഴി സാധ്യതയുണ്ടോ? അതിന്റെ ഒരു മുൻ നടപടി പോലെയാണോ CPM നേതാവ് പറഞ്ഞു വെച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കന്മാർ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് ഇവിടെ നേരെ മാറി ഇടതുപക്ഷത്ത് നിന്ന് അടുത്ത് CPM നേതാവ് വന്നിരിക്കുന്നു. അപ്പൊ അത് പറയുകയാണ്, ഇദ്ദേഹത്തെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അടുത്ത് സ്ത്രീകൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഉടനെ അവർക്ക് ആർക്കെങ്കിലും തോന്നും എനിക്കൊന്ന് വൈറലാവാം. റിനി ഇപ്പോ എന്തായാലും സുഖമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് റീൽസും ചെയ്ത് നടക്കുകയല്ലേ, അപ്പൊ ഇതുപോലെ എനിക്കും ആകാം, ഇതിന്റെ പിന്നാമ്പുറത്ത് കുറച്ച് കാശും കൂടി കിട്ടും എന്നൊക്കെയുള്ള ഒരു സാഹചര്യം വരും. അപ്പൊ പെൺകുട്ടികൾ എല്ലാവരും ഇങ്ങനെ ഈ രീതിയിൽ എന്താ പറയാ, ഒരു ചുഴുവിൽ കുറച്ച് കാശുണ്ടാക്കുവാനും ഫേമസ് ആകുവാനും വേണ്ടിയിട്ടുള്ള ഈ തരം താഴ്ന്ന പണിക്ക് വേണ്ടി ഇറങ്ങും. യാതൊരു മാറ്റവുമില്ല. ഷാബിക്ക് എതിരെ ഇനിയിപ്പോ പെൺകുട്ടികൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അതിനുള്ള ഒരു തീപ്പൊരിയാണ് ഇവിടെ ഇട്ടു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ തരൂ. അപ്പോ കുട്ടികളൊക്കെ ഇടരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്ത് നടപടിയാണ്? അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഇനിയിപ്പോ ഉടനെ അടുത്ത സ്ത്രീകൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അതാണ് അടുത്ത മുറവിളി, അതായിരിക്കുമല്ലോ. MP സ്ഥാനം ഉടനെ രാജിവെക്കണം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോകണം. യുവാക്കളായിട്ടുള്ള ഇനിയും ഒരുപാട് ഭാവിയുള്ള ജീവിതമുള്ള അവരെയാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ നാറിയ കളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഏതൊരു യുവാവിനെയും പെണ്ണ് കേസിൽ കുരുക്കി കഴിഞ്ഞാൽ, ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോയില്ലേ?